ബിഗ് ബോസ് അഗ്നി പരീക്ഷ അങ്ങനെ 10ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. 40 പേരിൽ തുടങ്ങിയ ഈ ഒരു യാത്രയിൽ ഇപ്പൊ അവശേഷിക്കുന്നത് വെറും 12 പേര് മാത്രമാണ്. അതെ, വെറും 10 ദിവസം കൊണ്ട് ജഡ്ജസ് ഈ റിയാസ് സലീം, നമ്മുടെ അഖിൽ മാരാർ, നമ്മുടെ രഞ്ജിനി ഹരിദാസ്, ഈ 3 പേരും അടങ്ങിയ ആ ഒരു ജഡ്ജിംഗ് പാനൽ വെറും 10 ദിവസം കൊണ്ട് പുറത്താക്കിയിരിക്കുന്നത് 28 പേരെയാണ്. അതെ, 28 പേരെ എവിക്ട് ചെയ്തുകൊണ്ട് 10 ദിവസം കൊണ്ട് 12 പേരായിട്ട് ഈ പറയുന്ന ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷ അവർ വെട്ടി ചുരുക്കിയിരിക്കുകയാണ്. ആൻഡ് ഇന്ന് മുതൽ, അതായത് ഈ പറയുന്ന ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ഇനി ആരൊക്കെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ജഡ്ജസ് മാത്രമല്ല. ഇന്ന് മുതൽ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ വോട്ടിംഗ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ വഴി വോട്ട് ചെയ്യാം. സോ നിങ്ങളാണ് ഇനി ഇവിടെ ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ഇപ്പൊ ഇത്രയും കാലം ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ അൺഫെയർ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പുറത്താക്കിയതായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. റീസെന്റ് നടന്ന ഒരു എവിക്ഷനിൽ അഭിറാം എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇവരെ എവിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന എവിക്ഷൻ അവരൊരു റീസൺ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരന് സ്പൈനിൽ ചെറിയൊരു ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ ടാസ്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ പറയുന്ന വേദനയും മറ്റുമൊക്കെ പുള്ളിക്കാരന്റെ മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ഒരു ടാസ്കിൽ പോലും പുള്ളിക്കാരൻ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തില്ല. ടാസ്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. എന്റെ 1-2 ടാസ്കുകളിൽ ഈ പറയുന്ന മാതിരി ആവേശം കൂടി ചില കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ ആക്ച്വലി എവിക്ഷനിലോട്ട് വരുന്നതിന്. സോ ടാസ്കുകളിലെല്ലാം വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ 100% എഫേർട്ട് ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരൻ കുറച്ച് ആവേശം കൂടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തത് കാരണം പുള്ളിക്കാരൻ എവിക്ഷനിലോട്ട് എത്തി. ആൻഡ് ഈ പറയുന്ന എവിക്ഷനിൽ അവർ ഔട്ടാക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന മാതിരി പുള്ളിക്കാരൻ ഈ പറയുന്ന മാതിരി സ്പൈനിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദന കടിച്ചമർത്തിയിട്ടാണ് ഈ പറയുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ജഡ്ജസിന് അത് ആക്ച്വലി മനസ്സിലാവുന്നുണ്ട്. സോ ഇങ്ങനെ ഒരാൾ ബിഗ് ബോസ് പോയി അവിടെയും ഒരുപാട് സഫർ ചെയ്യും. സോ പുള്ളിക്കാരനെ ആക്ച്വലി രക്ഷിക്കുകയാണ് എന്നുള്ളൊരു പേരിൽ, ആ ഒരു പേരും പറഞ്ഞിട്ടാണ് ആക്ച്വലി ജഡ്ജസ് ആ ഒരു എവിക്ഷൻ നടത്തിയത്. സോ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഇത്രയും കാലത്തെ സീസൺസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. മിക്കവാറും എല്ലാ കണ്ടസ്റ്റൻസും അവിടെ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന മാതിരി അവിടെ ഒരു ഡോക്ടർ എപ്പോഴും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളും അവരിപ്പോ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ന ഒരു പരിപാടി അവിടെ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസിന് അറിയാം. സോ ഈ പറയുന്ന ഒരു റീസൺ കാരണം ആ ഒരു കണ്ടസ്റ്റന്റിനെ എന്തിനാണ് പുറത്താക്കിയതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവർക്ക് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ പറയുന്ന മാതിരി നമ്മൾ വേറെ 1-2 റീസൺസ് ഇപ്പം കണ്ടു. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം വിശദമായിട്ട്. എന്നാലും അവർ വേറെ പല റീസൺസും പറഞ്ഞ് ഒരുപാട് പേരെ പുറത്താക്കിയിട്ടുണ്ട്. ആക്റ്റീവ് അല്ല, അങ്ങനെയല്ല, അവരുടെ പേഴ്സണാലിറ്റി കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് റീസൺസ് പറഞ്ഞ് അവരെ പുറത്താക്കിയിട്ടുണ്ട്. സോ ഇതെന്തെങ്കിലും ആണ് ഈ പറഞ്ഞ അബ്രാം എന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കേണ്ടിരുന്ന ഇവരുടെ റീസണെങ്കിൽ അവരത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. പക്ഷെ ഒരിക്കലും ഹെൽത്ത് ഇഷ്യൂവിന്റെ പേരും പറഞ്ഞ ഒരാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഈ പറയുന്ന മാതിരി എല്ലാവരുടെയും ഹെൽത്തും കാര്യങ്ങളും നോക്കിയിട്ട് ഒന്നുമല്ല. ഇതെന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പം ആ ഗെയിം കളിക്കാനുള്ള കപ്പാസിറ്റി അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ടസ്റ്റന്റിനുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കും. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ടും അൺഫെയർ ആയിട്ട് തോന്നുകയും ചെയ്തു. യു ആർ എ നൈസ് പേഴ്സൺ, യു ആർ ടു ഗുഡ്, ബട്ട് യു വോണ്ട് ഫിറ്റ് ഇൻ ബിഗ് ബോസ്. അതെ, ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജസിൽ ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗാണ്. അതായത് താങ്കൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് സർവൈവ് ചെയ്യുമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് രഞ്ജിനി ഹരിദാസ് എന്ന ജഡ്ജ് ആക്ച്വലി ഈ പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരിത് പല ജഡ്ജസും പല കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ നിങ്ങളുടെ ഇത്രയും നന്മയും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യത്തില്ല. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആക്ച്വലി ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരിക്കലും നല്ലൊരാളാവാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി എനിക്ക് ആ ഒരു ജഡ്ജ്മെന്റ് കേട്ടപ്പോൾ അതാണ് തോന്നുന്നത്. യു ആർ ടു ഗുഡ് ഫോർ ബിഗ് ബോസ്, യു ആർ ടു നൈസ്, നിങ്ങൾ വളരെ നൈസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സർവൈവ് ചെയ്യില്ല. അപ്പൊ അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് ആക്ച്വലി ഈ പറയുന്ന ഷോയുടെ ക്രിയേറ്റേഴ്സ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ അറിയാതെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഈ പറയുന്ന കണ്ടസ്റ്റൻസ്, അതായത് അവർ ഈ കോമണേഴ്സിൽ നിന്ന് 1-2 കണ്ടസ്റ്റൻസിനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ബഹളവും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാലിബറുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ് അവർ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പറയുന്ന ഒരു ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ്, ഏറ്റവും കൂടുതൽ വ്യൂസും കിട്ടിയ ഒരു സീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസൺ ആയിരുന്നു, സീസൺ 7. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഹെയ്റ്റ്.
കഴിഞ്ഞ സീസണിൽ മിക്കവാറും എല്ലാ ദിവസത്തെ സീസൺസ് ഏത് ഗെയിമോ എന്ത് ടാസ്കോ എന്ത് വേണം നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾക്ക് അറിയാം അതിനകത്ത് നടന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഹെയ്റ്റ് പടർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊരു ടാസ്ക് കൊടുത്താലും അവരത് കോളാക്കി കൊടുക്കും. എപ്പോഴും ഏത് ദിവസം ആരെങ്കിലൊക്കെ തമ്മിൽ ചുമ്മാ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഒരുപാട് വ്യൂസ് കിട്ടി. ആക്ച്വലി കഴിഞ്ഞ സീസൺ എന്ന് പറയുന്ന ഒരു റെക്കോർഡായിരുന്നു. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് മലയാള സീസണിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 7 എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ നൈസാണ്, എത്രയൊക്കെ കിടിലമാണെന്നൊക്കെ പറഞ്ഞാലും, എത്ര നല്ല ആളാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ഹൗസിനകത്ത് നിന്നുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യാനും, അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കാനുള്ള കാലിബർ ഉള്ള ആൾക്കാരെ മാത്രമാണ് അവരോട് നോക്കുന്നത്. സോ നിങ്ങളൊരു വളരെ നല്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡും നല്ല ക്യാരക്ടറും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങളുടെ ഈ പോസിറ്റിവിറ്റി, നിങ്ങളുടെ ഈ ഭയങ്കര നൈസ് ആയിട്ടുള്ള സ്വഭാവം, ഇതെല്ലാം നിങ്ങൾ ആ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഓഡിഷന് പോകുന്ന സമയം അതത്രയും മാറ്റി വെക്കുക. നിങ്ങളൊരു ക്രൂക്കഡ് മെന്റാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി അവർ കളിക്കുന്ന ഗെയിം അതുപോലെ തിരിച്ച് കളിക്കാം എന്നറിയാം, അല്ലെങ്കിൽ അത് ആ ജഡ്ജസിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഷോ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു റീസൺ ജഡ്ജസ് പറഞ്ഞതിൽ ആക്ച്വലി ഞാൻ അവരോട് യോജിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഇത്രയും സീസൺസ് കണ്ടിട്ടും 1-2 സീസണുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സീസണിലും ഇപ്പം കണ്ടസ്റ്റൻസ് മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആൾക്കാർ കാണുന്നതും ഈ പറയുന്ന മാതിരി വഴക്കും അടിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോ ആ ഒരു ജഡ്ജ്മെന്റ് അവർ ആക്ച്വലി എടുത്താൽ എനിക്ക് അവർ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അത് തെറ്റാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഷോയിൽ ഈ പറയുന്ന നമ്മളെ പോലെ വ്യൂവേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന ഷോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ കണ്ടന്റ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ജഡ്ജ്മെന്റ് ഒരു 50-50 എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അത് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ചെയ്ത രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയില്ല. ബട്ട് വ്യൂവേഴ്സിന്റെ അടുത്ത് നീതി പുലർത്തിയെന്ന് ചോദിച്ചാൽ ഏകദേശം അവർ നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്യാരക്ടറും നല്ല പോസിറ്റിവിറ്റിയും നല്ല ഒരു എന്താ പറയാ വളരെ നൈസ് ആയിട്ടുള്ള ഒരാള് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു റീസൺ എനിക്ക് ജസ്റ്റിഫയബിൾ ആണ്. അത് പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷെ എനിക്ക് അത് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം ഒരൊറ്റ കാര്യമുള്ളൂ, എന്തിനാണ് അറഗൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അറഗൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ആ ഒരു പേര് പറഞ്ഞിട്ട് എന്തിനാണ് ഇവർ ഒരു കണ്ടസ്റ്റന്റ് ഒന്നിലധികം കണ്ടസ്റ്റന്റ് അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അറഗൻസ് ഒരു തെറ്റായിട്ട് ഇവർ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ മാതിരി ഭയങ്കര നൈസായിട്ടുള്ള ആൾക്കാർ അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഓക്കെ ഇത്രയും നൈസായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഈ ഷോയിൽ ആവശ്യമില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് അറഗന്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ഈ പറയുന്ന ഷോയിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് ഈ പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജി പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ അറഗൻസ് ഈസ് ഗുഡ്, പക്ഷേ ഈ പറയുന്നത് മാതിരി അതിനൊരു കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ അത് ഒരിക്കലും ഈ പറയുന്ന മാതിരി നിങ്ങൾക്ക് ഒരിക്കലും അത് നല്ലതായിരിക്കില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടസ്റ്റന്റ്, പൂജ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കിയത്. ആൻഡ് സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ടുള്ള ഒരൊറ്റ കണ്ടസ്റ്റന്റിന് പോലും ഈ അറഗന്റ് എന്നല്ല ഒരു ഇമോഷൻ അവിടെ പോയി കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും ഇതിൽ പോകുമ്പോഴേക്കും അവർക്ക് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയാറുണ്ട്. ആൻഡ് ചില സമയത്ത് അടിയാവുന്ന സിറ്റുവേഷൻ വരെ പോയിട്ടുണ്ട്. സോ അറഗൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം വരുന്നത്, എന്താണ് ബിഗ് ബോസ് ഹൗസിൽ കയറേണ്ട ആക്ച്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിച്ചേരാം. ഇപ്പൊ ജഡ്ജസ് പറഞ്ഞു അറഗന്റ് അല്ലെങ്കിൽ അഗ്രഷൻ കൂടുതലാവുമ്പോഴേക്കും അഗ്രഷൻ ഈസ് ഗുഡ്, പക്ഷെ അതൊരു പോയിന്റ് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ അത് ഒട്ടും കൺട്രോളബിൾ അല്ലാത്തൊരു സ്റ്റേറ്റിലോട്ട് പോകുമെന്ന് ജഡ്ജസ് പറയുന്നുണ്ട്. അതേ ജഡ്ജ് തന്നെ ഈ പറയുന്ന മാതിരി ഈ പറയുന്ന പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, പൂജ ഭയങ്കര അഗ്രസീവ് ആണ് അല്ലെങ്കിൽ പൂജ ഭയങ്കര അറഗന്റ് ആണെന്നുള്ളൊരു റീസൺ പറഞ്ഞ് പുറത്താക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പൂജ ആ സമയത്ത് നല്ലൊരു ഡയലോഗ് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജഡ്ജസ് പറഞ്ഞു വി കുഡ്ന്റ് സീ ദ ഗുഡ് ഇൻ യു. ഇതൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അകത്താകുമായിരുന്നു, നിങ്ങൾ അല്ലെങ്കിൽ ഈ സമയത്ത് പുറത്താവില്ലായിരുന്നു എന്ന് ജഡ്ജ് പറയുന്നുണ്ട്. എന്നാൽ ഈ സെയിം ജഡ്ജ് തന്നെ വളരെ നല്ലൊരാൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ആസ്പെക്ട്സ് മാത്രം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഒരു പുള്ളിക്കാരനെ പുറത്താക്കുന്ന സമയത്ത് ഇതേ സെയിം ജഡ്ജ് തന്നെ പറഞ്ഞത് യു ആർ ടു നൈസ്, സോ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ബിഗ് ബോസ്. അതെ, ഭയങ്കര നൈസ് ആവാൻ പാടില്ല, ഭയങ്കര നല്ലൊരാളാണെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് ഫിറ്റ് അല്ല. എന്നാൽ ഭയങ്കര അരഗന്റ് ആണെങ്കിൽ എങ്കിലും നിങ്ങൾ ബിഗ് ബോസിന്റെ ഹൗസിനകത്ത് ഫിറ്റ് അല്ല. അരഗൻസിന്റെയും ഈ പറയുന്ന ഗുഡ് നൈസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ്സിന്റെ ഒക്കെ ഇടയിലുള്ള ഒരാളെയാണ് അവർ നോക്കുന്നത് എന്നാണ് അവർ ആക്ച്വലി പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും ഈ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പൂജയാണെങ്കിൽ തന്നെ പൂജയുടെ അരഗൻസ് അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്ന ജഡ്ജസ് പറയുന്ന മാതിരി അവരുടെ ആ ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടോ?
ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലെ ബാക്കി കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരിക്കലുമില്ല. കാരണം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കണ്ടസ്റ്റൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയാവുകയും കൈവയ്ക്കുകയും അങ്ങനത്തെ എല്ലാ സീസണിലും നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ പറയുന്നതിന്റെ ഒന്നും ഒരു അംശം പോലും ഈ പറയുന്ന കണ്ടസ്റ്റന്റ് പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന മാതിരി ഭയങ്കര അഗ്രഷൻ ആണ്, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത അഗ്രഷൻ ഒട്ടും നല്ലതല്ല എന്നുള്ളൊരു പേരും പറഞ്ഞവര് പുറത്താക്കി. ഓക്കെ, പോട്ടെ, അത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ബട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ അപ്പോഴേക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെയാണ്, അങ്ങനെയാണെങ്കിൽ നല്ലൊരാളെ എന്തിന് പുറത്താക്കി? അപ്പോഴേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓക്കെ, ഈ പറയുന്ന മാതിരി ഷോയിൽ അടിയും ഇടിയും ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെയാണ് ആവശ്യം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഭയങ്കര നല്ലൊരാൾ ആ ഒരാൾ അവിടെ വന്നാലും ഈ പറയുന്ന നമ്മുടെ ഓഡിയൻസിന് കാണാൻ ആവശ്യമുള്ള ഒരു കണ്ടന്റ് കിട്ടാനുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ രണ്ടാമത്തെ ഒരാളെ പുറത്താക്കി. ഓക്കെ, അതും മനസ്സിലാക്കാം, ശരി. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ ഒന്നും, അതായത് അഗ്രഷൻ ഇല്ല, ഭയങ്കര നൈസായിട്ടുള്ള ബിഹേവിയർ അല്ല, ഇത്രയും കാലമായിട്ട് ഈ 10 ദിവസമായിട്ടും യാതൊരു ഐഡിയ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ചില കണ്ടസ്റ്റൻസിനെ കുറിച്ചും. അങ്ങനെയുള്ള ചില കണ്ടസ്റ്റൻസ് പോലും ഇപ്പോഴും ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽപ്പുണ്ട്. അതെ, അതായത് ഈ പറഞ്ഞ ഒരുപാട് ഞാൻ പറഞ്ഞ നല്ല ഒരു എന്താ പറയുക നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനെ പുറത്താക്കിയ സമയത്തും ഈ പറയുന്ന മാതിരി യാതൊരു പൊട്ടൻഷ്യൽ ഇല്ലാണ്ട് ഈ പറയുന്ന ഹൗസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും തരാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് സ്റ്റിൽ ഇപ്പോഴും ആ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. സോ ഞാൻ പറയുന്നത് ഈ പറയുന്ന ജഡ്ജസ് പല കാര്യങ്ങളും പല രീതിയിൽ മിസ്ജഡ്ജ് ചെയ്യുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ ആ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പല കണ്ടസ്റ്റൻസും ഇപ്പോഴും അതിനകത്ത് അവരുടെ ആ ഒരു ജഡ്ജിങ്ങിന്റെ ആ ഒരു സ്റ്റൈലും പാറ്റേണും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു പാറ്റേണും സ്റ്റൈലും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകാൻ യാതൊരു അർഹതയില്ലാത്ത, അല്ലെങ്കിൽ അർഹത ഇൻ ദ സെൻസ് ഈ പറയുന്ന മാതിരി കണ്ടന്റ് തരാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന മാതിരി ഇപ്പോഴത്തെ വന്നപ്പോഴേക്കും, അതായത് ഇന്ന് ലാസ്റ്റ് 12 അല്ലെങ്കിൽ ലാസ്റ്റ് 11 എന്ന് പറയുന്ന സംഭവം വന്നപ്പോഴേക്കും ആ പറയുന്ന ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത ആ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആദ്യം തുടക്കത്തിലൊക്കെ എവിക്റ്റ് ആക്കി പോയത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ മാതിരി ബിഗ് ബോസ് ഹൗസിലെ ജഡ്ജസ് എടുത്ത തെറ്റായ തീരുമാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ജഡ്ജസ് എടുത്ത കുറച്ച് നല്ല തീരുമാനങ്ങളെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി പല ഗെയിംസിലും ഞാൻ കണ്ടു, പല ഗെയിംസിലും പലരും അൺഫെയർ ആയിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പലരും തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ആ ഒരു കാര്യത്തിൽ ജഡ്ജസ് എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസാണ്. കാരണം ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രക്ചേഴ്സ്, അതായത് കുറച്ച് ഷേപ്സ് കൊടുത്ത ശേഷം ആ ഷേപ്സ് വെച്ചിട്ട് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു രൂപത്തെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പറയുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്തപ്പോഴേക്കും ഈ പറയുന്ന മാതിരി അവർ ആക്ച്വലി ഏറ്റവും ഹൈറ്റിൽ അത് വച്ച ആളെ മാത്രമല്ല ഈ എടുത്തു കൊടുത്ത സാധനങ്ങളിൽ അതായത് ഇപ്പം ക്യൂബ്സ് അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടേഴ്സ് അങ്ങനെ വെക്കാൻ എളുപ്പമുള്ള സാധനം, അതിനകത്ത് ഒരുപാട് സംഭവം അവരുടെ ആ ഒരു ബക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. അതിൽ വെക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ എടുത്തു കൊടുത്തവരാണ് ആക്ച്വലി അവർ ഈ പറയുന്ന മാതിരി ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കാൻ വേണ്ടി പ്രിഫർ ചെയ്തത്. സോ ആ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഒരു ഗെയിം കളിക്കുന്ന ഒരു സമയത്ത് അവർ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ഗെയിം ആരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിം ആരൊക്കെ മോശമായിട്ട് കളിക്കുന്നുണ്ട്, ആ കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഈ പറഞ്ഞ മാതിരി ഒരു ടീം ഗെയിം ആണെങ്കിൽ പോലും അതിൽ ആരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, ആരൊക്കെ മോശമായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് അവർ ഏകദേശം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത ശേഷം ഈവൻ തോ വിന്നിംഗ് ടീമിലാണെങ്കിൽ പോലും പലരും ഈ പറഞ്ഞ മാതിരി വിന്നിംഗ് ടീമിൽ നിന്നുകൊണ്ട് മോശമായിട്ട് പെർഫോം ചെയ്തതിന്റെ പേരിൽ അവർ ആക്ച്വലി ഈ പറയുന്ന ഡേഞ്ചർ സോണിലോട്ട് വരികയും എലിമിനേഷനിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഈ പറയുന്ന മാതിരി പല സിറ്റുവേഷനിലും അവര് ഈ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ ഗെയിം അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത്, ആ ഒരു സംഭവം അവർ അസസ് ചെയ്യുന്നത് അത് അടിപൊളിയായിട്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ മാതിരി ആൾക്കാരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന അവർ പലരും പറയുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇൻവിസിബിൾ ആയി പോയി, നിങ്ങളുടെ ഐഡന്റിറ്റി പിന്നെ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല, നിങ്ങളുടെ ക്യാരക്ടർ കാണാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പല റീസൺസും പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസ് അല്ല, അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പം ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന മാതിരി അവർക്ക് അവരുടെ സംഭവം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാതിരി അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ അവർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള പേര് പറഞ്ഞിട്ട് ആൾക്കാരെ പുറത്താക്കുന്നതിനോടും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഗെയിമുകൾ അവർ അസസ് ചെയ്യുന്നത് അവർ അടിപൊളിയായിട്ട് അസസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പം അത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സ്റ്റിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഇനി അങ്ങോട്ടുള്ളത് ജഡ്ജസിന്റെ മാത്രം തീരുമാനമല്ല. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആൾക്കാരുടെ തീരുമാനമാണ്. ഇനി അങ്ങോട്ട്, അതായത് ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഒരുപാട് പോരായ്മകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും കണ്ടു, ഇവര് കുറച്ചുകൂടെ ദിവസം നിൽക്കേണ്ടതല്ലേ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കണ്ടു. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടവരൊക്കെ പോയി. ഇപ്പൊ അതിനകത്ത് ഒരു 12 കണ്ടസ്റ്റൻസ് ഉണ്ട്.
ആൻഡ് അതിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ആൻഡ് അവരെ സേവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ നമുക്കാണുള്ളത്. ഇപ്പൊ ജഡ്ജസിന് അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ അത് മാറ്റി മറിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. കാരണം ഇപ്പൊ വോട്ടിംഗ് വഴിയാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാം ഇപ്പൊ അവരെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരായിരിക്കും ബിഗ് ബോസ് ഹൗസിലോട്ട് പോവുക. ആൻഡ് വോട്ട് ചെയ്യുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരാണ്. സോ ഇപ്പൊ പന്ത് നമ്മുടെ കോർട്ടിലാണ്. നമുക്ക് തീരുമാനിക്കാം ആരാണ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകാൻ പോകുന്നത്, ആരാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് പോകേണ്ടത്. സോ നമ്മൾ തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടത്. സോ എല്ലാവരും പോയി വോട്ട് ചെയ്യുക, എല്ലാവരും ഈ ഷോ കാണുക. ഷോ കണ്ട ശേഷം നിങ്ങൾക്ക് ജസ്റ്റിഫയബിൾ ആണെന്ന് തോന്നുന്ന ആരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ആരാണ്, അവർക്ക് തന്നെ വോട്ട് ചെയ്യുക, അവരെ തന്നെ മുന്നോട്ട് എത്തിക്കുക. സോ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുക. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്.